നമസ്തേ. മുരുകഭക്തർ ഒരു വർഷമായി കാത്തിരിക്കുന്ന മഹാസ്കന്ദഷഷ്ഠി വ്രതം ഇത്തവണ വരുന്നത് 2025 ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ്. പൊതുവായി തുലാമാസത്തിൽ വരുന്ന സ്കന്ദഷഷ്ഠിക്ക് ധാരാളം ഭക്തർ 6 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കാറുള്ളത്. ശത്രുനാശം, സന്താനലാഭം, സന്താന സൗഖ്യം, കുടുംബക്ഷേമം എന്നിവയ്ക്ക് ഉത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതാനുഷ്ഠാനം. ഒരു സ്കന്ദഷഷ്ഠി വ്രതം എടുക്കുക എന്ന് വെച്ചാൽ 6 ഷഷ്ഠി വ്രതം എടുക്കുന്നതിന് തുല്യമാണ്. ദാമ്പത്യ, സന്താന, ദുഃഖ ദുരിതങ്ങളും ഒന്നും സ്കന്ദഷഷ്ഠി വ്രതം എടുക്കുന്നവരെ ബാധിക്കുകയില്ല. 6 ദിവസവും വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കാർത്തിക മാസത്തിലെ പ്രഥമ തിഥിയായ 2025 ഒക്ടോബർ 22 മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത്. എല്ലാ മാസവും വെളുത്ത പക്ഷ ഷഷ്ഠിക്കാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിൻ്റെ തലേ ദിവസമായ പഞ്ചമിക്കും പ്രാധാന്യമുണ്ട്. അന്ന് പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരു നേരമോ മാത്രം അരിയാഹാരം കഴിച്ച് വ്രതം നിഷ്ഠയോടെ അനുഷ്ഠിക്കാം. വ്രതം അനുഷ്ഠിക്കുന്നവർ അതിരാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലിരുന്ന് സുബ്രഹ്മണ്യ മൂലമന്ത്രമോ, സുബ്രഹ്മണ്യ അഷ്ടോത്തരമോ, സുബ്രഹ്മണ്യ കവചമോ, സുബ്രഹ്മണ്യ സഹസ്രനാമമോ അല്ലെങ്കിൽ ഷഷ്ഠീദേവി മന്ത്രമോ ഷഷ്ഠീദേവി സ്തുതിയോ കഴിയുന്നത്ര ജപിക്കുക. അതുപോലെ സ്കന്ദപുരാണം, സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ എന്നിവയും പാരായണം ചെയ്യാം. ഇതിനോടൊപ്പം ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത്ഭുവേ നമ, ഓം ശരവണഭവ, മുരുകന്റെ ദ്വാദശനാമ മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. 6 ദിവസം വ്രതമെടുക്കുന്നവർ തലേ ദിവസം മുതൽ ഒരിക്കൽ ഊണോട് കൂടിയ വ്രതം ആരംഭിക്കുക. ഷഷ്ഠി തിഥിയുടെ തലേന്ന്, അതായത് പഞ്ചമി വരെ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റ് 2 നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതം എടുക്കുക. അതുപോലെ ഷഷ്ഠിയുടെ അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് പൂർണ്ണ ഉപവാസം എടുക്കാം. ഷഷ്ഠിയുടെ അന്ന് മാത്രം വ്രതം എടുക്കുന്നവർക്ക് തലേ ദിവസമായ പഞ്ചമിയുടെ അന്ന് ഒരിക്കൽ ഊണോടുകൂടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പൂർണ്ണ ഭക്തിയോടും വ്രതനിഷ്ഠയോടും കൂടി ഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചാൽ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ശിവപാർവതിമാരുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. മുരുക ഭഗവാന്റെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതമാണ് തുലാമാസത്തിൽ വരുന്ന സ്കന്ദഷഷ്ഠി വ്രതം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദീർഘായുസ്, വിദ്യ, സദ്ഗുണങ്ങൾ ഉള്ള സന്താനങ്ങൾ ഉണ്ടാകുവാനും അതേപോലെ സന്താനങ്ങളുടെ സ്നേഹം ലഭിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനും രോഗങ്ങൾ മാറാനും അതുപോലെ സർവ്വകാര്യ വിജയവും ഉണ്ടാകുന്നതാണ്. അതിനാൽ ഇപ്രാവശ്യത്തെ സ്കന്ദഷഷ്ഠി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ ശ്രീ മുരുക ഭഗവാന്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചും സ്കന്ദപുരാണം അടിസ്ഥാനമാക്കി ശ്രീ മുരുകൻ്റെ അത്ഭുത കഥകൾ ലളിതവും സരസവുമായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.